നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോവിലകം പടവിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു. നാട്ടിക 9ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച. തൃശൂർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിച്ച വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. പാടത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോവിലകം പടവിലെ കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ കൃഷിയിറക്കിയ 450 ഏക്കർ വരുന്ന പടവിൽ വെള്ളം നിറഞ്ഞ് നെൽച്ചെടികൾ വെള്ളത്തിനടിയിലായിരുന്നു. 9 ദിവസം കഴിഞ്ഞിട്ടും വെള്ളം വറ്റിച്ച് കൃഷി സംരക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം പാടശേഖര സമിതി ഭാരവാഹികൾ ADAയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ 500-ാം തറയിലെ മോട്ടോർ പമ്പ് പ്രവർത്തിപ്പിച്ച് വെള്ളം വറ്റിക്കാൻ തീരുമാനമുണ്ടാക്കിയിരുന്നു. എന്നാൽ അത് നടപ്പിലാക്കിയില്ല. നേരത്തെ അന്തിക്കാട് പടവിന് കീഴിലായിരുന്ന ഈ കൃഷിയിടങ്ങൾ ഇപ്പോൾ വേറിട്ട് സ്വതന്ത്രമായി കോവിലകം പാടശേഖര സമിതി എന്ന നിലയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിലുള്ള തർക്കം നിലനിൽക്കുന്നതിനാലാണ് യഥാസമയം വെള്ളം വറ്റിക്കാൻ കഴിയാത്തതെന്നാണ് കർഷകരുടെ ആരോപണം. കൃഷിഭവൻ ഉപരോധിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് കൃഷി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ചൊവ്വാഴ്ച രാവിലെ വിവിധ പടവ് ഭാരവാഹികളുടെയും കൃഷി ഉദ്യോഗസ്ഥരുടെയും കർഷകരുടെയും സംയുക്ത യോഗം ചേർന്ന് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. കർഷകരായ TB വിനോദ്, ബിന്ദു പ്രേമൻ, KD കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 9 ദിവസമായി കോവിലകം പടവ് പകുതി വിളവിറക്കിയതിന് ശേഷം ഇപ്പോൾ വെള്ളം മുങ്ങിക്കെടുക്കുന്നുണ്ട്. നടാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. കുറേ ഭാഗം ഞങ്ങൾ നട്ടിട്ടുണ്ട്, പക്ഷേ ബാക്കി ഭാഗങ്ങൾ നട്ടിട്ടില്ല. നടാനായിട്ട് ഇട്ട ഞാറ് മുഴുവൻ ചീഞ്ഞു പോയി. ബാക്കി നട്ടതും ചീഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഇനിയും ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും വെള്ളം ഇറങ്ങിയിട്ടില്ല. മോട്ടോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് അവിടെ കഴിയണില്ല. കഴിയാവുന്ന മോട്ടറാണെങ്കിൽ ചെറിയ തർക്കത്തിൻ്റെ പേരിൽ, അന്തിക്കാട്ട് പടവുകാരായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ അവരത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കണില്ല. അവരിങ്ങനെ ഓരോ ന്യായങ്ങൾ പറയണം. അത് കൃഷി ഓഫീസർ കേൾക്കണു. ഇവിടെ വന്ന് കൃഷി ഓഫീസർ തുറന്ന് പ്രവർത്തിക്കണം. അത് ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കൃഷി പണിയാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഈ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് അത് അവിടെ ഉണ്ടായി കിട്ടണം. ആ രീതിയിൽ അതെന്ന് അംഗീകരിക്കണം. അതുവരെ ഞങ്ങൾ ഇവിടെ സമരം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ആളുകൾ മുഴുവനും കർഷകരാണ്. ഈ കർഷകരെ സംരക്ഷിക്കുക, ഈ കോൾപ്പടവ് സംരക്ഷിക്കുക. ഇതാണ് ഞങ്ങൾ ഈ സംരക്ഷണം. നാട്ടിക 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. CPM അംഗമായിരുന്ന KB ഷൺമുഖന്റെ നിര്യാണത്തോടെയാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. LDF സ്ഥാനാർത്ഥിയായി CPMലെ V ശ്രീകുമാറും UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ P വിനുവും NDA സ്ഥാനാർത്ഥിയായി BJPയിലെ ജ്യോതി ദാസുമാണ് മത്സരരംഗത്തുള്ളത്. AUP സ്കൂളിലെ 2 ബൂത്തുകളിലായി രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ തിരഞ്ഞെടുപ്പ് നടക്കും. 1516 വോട്ടർമാരാണ് വാർഡിലുള്ളത്. ബുധനാഴ്ച രാവിലെ 10-ന് നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വോട്ടെണ്ണൽ നടക്കും. മുമ്പെങ്ങും കാണാത്ത വിധമുള്ള പ്രചരണമാണ് നാട്ടിക 9ാം വാർഡിൽ ഇത്തവണ കണ്ടത്. 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം പ്രചരണം കൊഴുപ്പിച്ചു. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായ തിങ്കളാഴ്ച പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുവാനുള്ള ഓട്ടത്തിലായിരുന്നു മുന്നണികൾ. ആശുപത്രി ജീവനക്കാരുടെ സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിച്ച വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. തൃശൂർ മുളങ്ങുത്താവ് മെഡിക്കൽ കോളേജ് നെഞ്ചിരോഗ ആശുപത്രിയിലെ ജീവനക്കാരുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്നും സ്കൂട്ടറുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച വാടാനപ്പള്ളി സ്വദേശിയായ ഷെഫീഖിനെയാണ് തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ കയ്യിൽ നിന്നും സ്കൂട്ടറുകൾ കുത്തിത്തുറന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള സാമഗ്രികളും പിടികൂടി. ആശുപത്രിയിലെ ജീവനക്കാരായ ബിന്ദു, രാംകുമാർ എന്നിവരുടെ സഹായത്തോടെ തൃശൂർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഷെഫീഖിനെ അറസ്റ്റ് ചെയ്തതോടെ നിരവധി കേസുകൾ തെളിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർ ഷാജി വർഗീസ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ജോബി ജോർജ്, മുഹമ്മദ് ഷാഫി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷാജൻ, അമീർ ഖാൻ, ധനീഷ്, അനിൽകുമാർ എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
സാഹസിക ടൂറിസത്തിന് ഏനാമാക്കൽ നെഹ്റു പാർക്ക് ഒരുങ്ങി. മുരളി പെരുന്നെല്ലി MLAയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും സ്ഥലം സന്ദർശിച്ച് ട്രയൽ നടത്തി. കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാവിലെ 10 മണി മുതൽ രാത്രി 8:30 വരെ പാർക്കിന്റെ പ്രവർത്തന സമയം വർദ്ധിപ്പിച്ചു. നിലവിൽ 11 മണി മുതൽ 7 മണി വരെയായിരുന്നു സമയം. ലഘുഭക്ഷണം ഉൾപ്പെടെ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന്റെ ഭാഗമായി പാർക്കിലെ കഫ്തീരിയ പ്രവർത്തന സജ്ജമാക്കും. ഇതോടെ തൃശൂരിലെ ടൂറിസത്തിന്റെ പുതിയ മുഖമായി നെഹ്റു പാർക്ക് മാറും. കൂടുതൽ ആളുകളെ ആകർഷിപ്പിക്കാനും പാർക്കിലെ വരുമാനം വർദ്ധിപ്പിക്കാനും ഇതോടെ കഴിയും. നമ്മുടെ കായലും കോൾക്കുടവും ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് ഏനമാവ്. വളരെ ഭംഗിയുള്ള കൂടുതലായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഒരു സ്ഥലമാണ് ഏനമാവ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ജില്ലയിലുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ പരമാവധി ജനങ്ങൾക്കായിട്ട് നല്ല ഒരു എക്സ്പീരിയൻസ് സമ്മാനിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ തുടക്കം എന്ന നിലയ്ക്ക് ഏനമാവിൽ നമ്മുടെ DTPC പാർക്കുമായിട്ട് ചേർന്നിട്ട് കൂടുതലായിട്ടുള്ള വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനുവരി ആദ്യത്തോട് കൂടിയിട്ട് തന്നെ കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, സഫാരി ബോട്ട് അതുപോലത്തെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പെഡൽ ബോട്ട് ഉൾപ്പെടെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സമയം ഇവിടെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. രാവിലെ 10 തൊട്ട് വൈകിട്ട് 8:30 വരെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പോൾ 11 മണി തൊട്ട് വൈകിട്ട് 7:30 വരെയാണ് ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് കഫേ ഉണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ എത്രയും വേഗം ഓപ്പൺ ചെയ്യാനും പിന്നെ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ, നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന ടൂറിസ്റ്റിന് കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യാനുള്ള ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ട്. തൃശൂർ DTPC ആണ് ഏനാമാവിൽ പുതിയ സാഹസിക അനുഭവങ്ങൾ ആരംഭിക്കുന്നത്. സോളാർ സഫാരി ബോട്ടുകളിലൂടെ ശാന്തമായ യാത്രകളിൽ ആസ്വദിക്കാം. കയാക്കിംഗ് വഴി ആകർഷണകരമായ സാഹസികതയിൽ പങ്കുചേരാം. പെഡൽ ബോട്ടുകളിൽ സഞ്ചരിച്ച് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുമാകും. സ്പീഡ് ബോട്ടിൽ വേഗതയുടെയും ആവേശത്തിൻ്റെയും അനുഭവം സ്വന്തമാക്കാനും ഇനി സാധ്യമാണ്. സഞ്ചാരികൾ കനാലിൽ ചെലവഴിക്കുന്ന സമയദൈർഘ്യം അനുസരിച്ചായിരിക്കും ടിക്കറ്റ് നിരക്കുകൾ. ജനുവരി ആദ്യവാരത്തിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അമൃത് കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയതിലെ പാളിച്ച മൂലം അന്തിക്കാട് 9-ാം വാർഡിലെ നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിയതായി ആക്ഷേപം. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടാൻ കുഴിയെടുക്കുന്നതിനിടയിൽ മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള പൈപ്പ് പൊളിച്ചു കളഞ്ഞതിനാലാണ് ഈ കുടുംബങ്ങൾ വെള്ളക്കെട്ടിലകപ്പെട്ടത്. അന്തിക്കാട് KK മേനോൻ ഷെഡിനും പേരാൻ മാർക്കറ്റിനും ഇടയിലായി ചിറയത്ത് അത്താണിക്കൽ ഷാജു, തട്ടിൽ മണ്ടി ടോണി, തട്ടിൽ പിയൂസ്, അരുന്ധതി സത്യൻ തുടങ്ങി 8 വീട്ടുകാരാണ് മാലിന്യ വെള്ളക്കെട്ടിലകപ്പെട്ടത്. 3 വർഷക്കാലമായി കുടിവെള്ള പ്രശ്നവും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കുന്നതായി ഇവർ പറയുന്നു. അമൃതം കുടിവെള്ള പദ്ധതിയുടെ കാന പൊളിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം, ഒഴിഞ്ഞു പോയിരുന്ന വെള്ളം ആ പൈപ്പ് വഴിയാണ് അങ്ങ് റോഡ് ക്രോസ് ചെയ്ത് പോയിരുന്നത്. ആ പൈപ്പ് പൊട്ടുകയും അതിനു ശേഷം ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ ഈ പറമ്പിൽ കെട്ടിക്കിടക്കുന്നൊരവസ്ഥയാണ്. വെള്ളം യാതൊരു വഴിക്കും ഒഴിഞ്ഞു പോകുന്നില്ല. പിന്നെ വേനൽ വന്ന് നല്ല വെയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ വെള്ളം ഇവിടെ നിന്ന് വറ്റി പോകുന്നത്. അങ്ങനൊരവസ്ഥയിൽ പലവട്ടം ഞങ്ങൾ പറഞ്ഞെങ്കിലും ഇതുവരെ ഞങ്ങൾക്ക് അതിലൊരു പരിഹാരം ഉണ്ടായി കിട്ടിയിട്ടില്ല. മഴ പെയ്ത് കെട്ടിനിൽക്കുന്ന വെള്ളത്തിന് ഒഴുകിപ്പോകാൻ മറ്റ് വഴികളില്ലാത്തതിനാൽ വെയിൽ കൊണ്ട് മാത്രമാണ് വറ്റുന്നത്. അതുവരെയും കെട്ടിക്കിടക്കുന്നത് മൂലം ഇത് മലിനജലമായി മാറുകയും കൊതുക്, കൂത്താടികൾ നിറയുകയും അതുമൂലം അസുഖങ്ങൾ പടരുകയുമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. അധികൃതരോട് നിരവധി തവണ പരാതിപ്പെട്ടിട്ടും പരസ്പരം കൈയൊഴിയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. സമൂഹത്തിൽ ജനാധിപത്യമുണ്ടെങ്കിലേ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാനാവൂ എന്ന് കവി പെയിൻ ഗോപികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ആലുവ സർവമത സമ്മേളനത്തിന്റെ 100-ാം ആണ്ടിന്റെ ഭാഗമായി തളിക്കുളത്ത് ഗുരുവിന്റെ ജനാധിപത്യ സങ്കല്പം സംബന്ധിച്ച സെമിനാറിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതി ഘടനയുടെ വിവേചനത്തിനെതിരായും മതപരമായ സംഘർഷങ്ങൾ നീക്കുന്നതിനും നടത്തിയ പ്രായോഗിക ഇടപെടലുകളുടെ ഭാഗമായിരുന്നു സർവമത സമ്മേളനമെന്നും അത് പുതിയ കാലത്ത് കൂടുതൽ പ്രസക്തമാണെന്നും വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അമൽ സി രാജനും KG കൃഷ്ണകുമാറും അഭിപ്രായപ്പെട്ടു. തളിക്കുളം ബ്ലൂമിംഗ് ബർഡ് സ്കൂളിൽ നടന്ന സെമിനാറിൽ PN പ്രൊവിൻഡ്, TR രമേശ്, മോജിദ മോഹനൻ, മുഹമ്മദ് ഹാഷിം, KR പ്രഭ, MA റിയാദ്, PY സലീം തുടങ്ങിയവർ സംസാരിച്ചു. സംരക്ഷിക്കാൻ ഈ ധർമ്മമനുസരിച്ച് ഭരിക്കുന്ന, ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന, ഈ ധർമ്മത്തെ അണുകിട തെറ്റാതെ അനുസരിക്കാൻ ബാധ്യതയുള്ള പ്രജകളുള്ള ഒരു നാടിനെയാണ് ഇവർ ധർമ്മരാജ്യം എന്ന് പറയുന്നത്. തിരുവിതാംകൂർ ധർമ്മരാജ്യമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ശാന്തി സമാധാനവും പുലരുമല്ല,
ചാന്ദ്രവർണ്ണത്തിന്റെ നിയമങ്ങൾ മനുസ്മൃതി മുതൽ ഇവിടുത്തെ ശാസ്ത്രസ്മൃതി വ്യവഹാരമായവയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ നിയമങ്ങൾ അണുവിട വ്യതിചലിക്കാതെ പാലിക്കുന്നവരാണ്. ചന്ദ്രാപ്പനിയിൽ യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചതായി പരാതി. ചന്ദ്രാപ്പനി 17-ാം കല്ല് സ്വദേശി തൊട്ടാരത്ത് വീട്ടിൽ സുഹാസിനാണ് മർദ്ദനമേറ്റത്. ചന്ദ്രാപ്പനി 17-ാം കല്ല് ക്ഷേത്ര സമീപത്ത് വെച്ച് ഞായറാഴ്ച രാത്രി 10 മണിക്കാണ് സംഭവമുണ്ടായത്. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ സുഹാസ് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് 10ഓളം പേർക്കെതിരെ കയ്പമംഗലം പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ദക്ഷിണാമൂർത്തി അന്താരാഷ്ട്ര സംഗീത നൃത്തോത്സവത്തിന്റെ 10ാം ദിവസം സംഗീത മണ്ഡപത്തിൽ മാസ്റ്റർ ആയുഷ് നാഥ്, തൃപ്പുണ്ണിത്തുറ ഗോപികൃഷ്ണൻ, ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി എന്നിവരുടെ സംഗീത കച്ചേരികൾ നടന്നു. മാവേലിക്കര സതീഷ് ചന്ദ്രൻ വയലിനിലും പെരുന്ന ജി ഹരികുമാർ മൃദംഗത്തിലും തൃപ്പുണിത്തുറ കെ ഗോപാലകൃഷ്ണൻ ഘടത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് സൗപർണിക മനക്കൊടിയുടെ തിരുവാതിരക്കളിയും കലാശ്രമം ഹരിഗോവിന്ദന്റെ അഷ്ടപതി സംഗീതവും വിദുഷി ശാലിനി ശ്യാം, കുമാരി ഭാവയാമി, മാസ്റ്റർ മാധവ് ശർമ്മ എന്നിവരുടെ ഭരതനാട്യാർപ്പണവും ഉണ്ടായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ മുതലുള്ള സംഗീത കച്ചേരികളിൽ ജി അക്ഷയ, നെച്ചൂർ രതീശൻ എന്നിവർ പാടും. ഇടവേള. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5 സ്റ്റാർ ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ്. അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്.
ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. പിണക്കം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഹാപ്പി ആനിവേഴ്സറി. അപ്പൊ മറന്നിട്ടില്ലേ? പിന്നല്ല. ഇത് മാത്രം പോരാ, വേറെ ഗിഫ്റ്റും കൂടി വേണം. അയ്യോ, സൂക്ഷിച്ച് നോക്കി കഴിക്കേ. മൂക്കുത്തിയോ? കൊള്ളാലോ. നീ സാരി ഉടുക്കുമ്പോ തിട്ടാ സെറ്റാ. അപ്പൊ ചുരിദാർ ഇടുമ്പോഴോ? അതിനല്ലേ ഇത്. എന്നാ പിന്നെ ഡെയിലി മാറ്റി മാറ്റിയിട്ട് 5-6 മേടിച്ചുകൂടായിരുന്നോ? അതിനല്ലേ ഇത്. പിന്നെ നിങ്ങൾക്ക് എന്താ വല്ല ലോട്ടറി മേടിച്ചോ? നമ്മുടെ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ ഇപ്പൊ മൂക്കുത്തി ഫെസ്റ്റ് നടക്കുക. അവിടെ നല്ല കിടിലം മൂക്കുത്തി കളക്ഷൻസ് വന്നിട്ടുണ്ട്. ആ പിന്നെ ആന്റിക് ചെട്ടിനാട് ആഭരണങ്ങൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. കല്യാണ പാർട്ടികൾക്ക് 10% അഡ്വാൻസ് നൽകിക്കൊണ്ട് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സ്കീമും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വരുന്ന നവംബർ 15 മുതൽ ഡിസംബർ 5 വരെ ഈറൻ ബൊനാൻസ ആയതുകൊണ്ട് മൂക്കുത്തി വാങ്ങിച്ചാൽ വേദന ഇല്ലാതെ കുത്തിത്തരും, അതും ഫ്രീ ആയിട്ട്. എന്നാ നീ ഒരെണ്ണം കുത്ത്, നമുക്ക് മറ്റേ കപ്പിൾ ടാറ്റോ കടിക്കുന്ന പോലെ കപ്പിൾ മൂക്കുത്തിട്ട് ഉണ്ടാക്കാം. ശരി എന്നാ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്. വർഷാവസാന ഷോപ്പിംഗ് ആഘോഷമാക്കാം ഇഷാരയ്ക്കൊപ്പം. വീണ്ടും വാർത്തകളിലേക്ക്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ആത്മാവ് ജംഗ്ഷനിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി. MLAയുടെ പ്രാദേശിക ആസ്തി വികസന ഫണ്ടിൽ നിന്നും 4,80,000 രൂപ ചെലവഴിച്ച് വാടാനപ്പള്ളി ആത്മാവ് ജംഗ്ഷനിൽ സ്ഥാപിച്ച LED ഹൈമാസ്റ്റ് ലൈറ്റ് മുരളി പെരുന്നെല്ലി MLA സ്വിച്ച് ഓൺ ചെയ്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. 10ാം വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, പഞ്ചായത്ത് സെക്രട്ടറി AL തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, ജനപ്രതിനിധികളായ സരിത ഗണേശൻ, റിന്യ ബിനീഷ്, ശ്രീകല ദേവാനന്ദ്, ഷൈജ ഉദയകുമാർ, വിവിധ വ്യാപാരി വ്യവസായി സഹകരണ പ്രതിനിധികളും പങ്കെടുത്തു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗീതാ ജയന്തി മാസത്തോടനുബന്ധിച്ച് ഭാഗവത കഥാമൃതം കരയാമുട്ടം വിഷ്ണു ക്ഷേത്രത്തിൽ നടത്തി. തിരുവനന്തപുരം ഇസ്കോൺ പ്രസിഡന്റ് ഡോക്ടർ ജഗത്ത് സാക്ഷിദാസ് പ്രഭു 3 ദിവസ പ്രഭാഷണം നയിച്ചു. അമ്പലം ട്രസ്റ്റി കൊച്ചിപ്പറമ്പത്ത് സുകേഷ് ഭദ്രദീപം കൊളുത്തി. വെള്ളിയാഴ്ച തുടങ്ങിയ കഥാമൃതം ഞായറാഴ്ച വൈകുന്നേരം വൃദ്ധവന, ലീല, ഭജന എന്നിവയോടെ സമാപിച്ചു. പങ്കെടുത്ത ഭക്തർക്ക് അബുദാബിയിലെയും കരയാമുട്ടത്തെയും ഹരേകൃഷ്ണ പ്രസ്ഥാനങ്ങൾ ചേർന്ന് ഭഗവത്ഗീത വിതരണം നടത്തി. സത്സംഗം രക്ഷാധികാരി തയ്യിൽ രഘു, കോർഡിനേറ്റർമാരായ ഗിരി തയ്യിൽ, ലതിക ഗിരി, ലത സതീഷ്, സീന ജയശീലൻ, വാസന്തി അശോകൻ, ലാലി ശിവകുമാർ, ബേബി മോഹനൻ, സുസ്മിത ജീൻസ് എന്നിവർ നേതൃത്വം നൽകി. 3 ദിവസങ്ങളിൽ നടന്ന പ്രസാദോട്ടിന് ശിവകുമാർ, ശശിധരൻ മുളങ്ങാട്ട്, ജിജി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധിജി തൊട്ട് 800ഓളം ആൾക്കാർ ഗീതയ്ക്ക് ഭാഷ്യം എഴുതിയിട്ടുണ്ട്. പക്ഷെ യഥാരൂപം ഒന്നേ ഉള്ളൂ, പ്രഭുപാദ ഭാഷ്യം എഴുതിയത്. ഇതിൽ സ്വന്തം കൽപ്പനകളോ സ്വന്തം അർത്ഥമോ വ്യാഖ്യാനമോ ചേർത്തിട്ടില്ല. ശുദ്ധമായത് ഈ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, ദേഷ്യം നിയന്ത്രിക്കുന്നതിനെ കുറിച്ച്, സൗമ്യമായും ശാന്തമായും ജീവിതം നയിക്കുന്നതിനെ കുറിച്ച്, അവസാനം ഭഗവത് പ്രാപ്തി നേടുന്നത് വരെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം വീട്ടിലില്ലാത്തവർക്ക് ഇന്നിവിടെ ദാനമായി കൊടുക്കും. താന്യം പഞ്ചായത്തിലെ കേരളോത്സവ മത്സരാർത്ഥികൾക്ക് ജേഴ്സി നൽകി.
പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, വാർഡ് മെമ്പർമാരായ മീന സുനിൽ, രഹന പ്രജു, ആൻഡോ തൊറിയൻ, കോർഡിനേറ്റർ പ്രവീൺ കുമാർ എന്നിവർ നേതൃത്വം നൽകി. തൃപ്പയാർ VB മാൾ, തൃപ്പയാർ എസ്റ്റോഫോ കാറ്ററിംഗ്സ്, തൃപ്പയാർ ഹോമിയോ ഹോം ക്ലിനിക് എന്നിവരാണ് ജേഴ്സി സംഭാവന നൽകിയത്. കേരളോത്സവം ബ്ലോക്കിൻ്റെ ഇന്നലെ തൊട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ജേഴ്സി കൊടുക്കുന്ന പരിപാടിയാണെന്ന് നടക്കുന്നത്. VB മാളും അതുപോലെ തന്നെ എസ്റ്റോഫോ, ഹോമിയോ ഹോം ക്ലിനിക് സെൻറ്റർ ഇവരുടെ മൂന്നാളുടെയും സ്പോൺസർ മുഖേന നമുക്ക് ജേഴ്സി കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചത്. കരാത്തെ ദോ ഗോജുക്കാൻ ഇന്ത്യ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളർ ബെൽറ്റ് ഗ്രേഡിംഗും സംസ്ഥാന ദേശീയ യൂണിവേഴ്സിറ്റി ഗെയിംസ് വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. നാട്ടിക SN ഹാളിൽ നടന്ന ചടങ്ങിൽ ഗോജുക്കാൻ നാഷണൽ പ്രസിഡന്റും ചീഫ് ഇൻസ്ട്രക്ടറുമായ മധു വിശ്വനാഥ് ജോൺസൺ എന്നിവർ വിജയികളെ ആദരിച്ചു. ഗോജുക്കാൻ കേരള പ്രസിഡന്റ് KS സൂരജ് അധ്യക്ഷനായി. ഗോജുക്കാൻ സെക്രട്ടറി EB സാന്ദ്ര ആമുഖ പ്രസംഗം നടത്തി. ദേശീയ സ്കൂൾ കായികമേളയിൽ പോൾ വാൾട്ടിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ ഗോജുക്കാൻ വിദ്യാർത്ഥി അമൽ ചിത്രയെ ചടങ്ങിൽ ആദരിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാനതല കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ 12 ഗോൾഡ് മെഡലടക്കം 25ഓളം മെഡലുകളാണ് ഗോജുക്കാൻ അസോസിയേഷൻ തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി കരസ്ഥമാക്കിയത്. അതിൽ 4 പേർ ഡിസംബർ 13 മുതൽ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. 250ഓളം കുട്ടികളാണ് ഇന്ന് നടന്ന കളർ ബെൽറ്റ് ഗ്രേഡിംഗ്സിൽ പങ്കെടുത്തത്. ചടങ്ങിൽ ഗോജുക്കാൻ സീനിയർ ഇൻസ്ട്രക്ടേഴ്സായ PS സുമി, സജിത്, KR അവിനാഷ്, കിരൺ, വിഷ്ണുദാസ്, കാർത്തിക എന്നിവർ സംസാരിച്ചു. ഇന്ത്യക്ക് വളരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവ് തന്നെയാണ് കഴിഞ്ഞ 2 വർഷമായിട്ടും തൃശ്ശൂർ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ നേടിയിട്ടുള്ളത് കരാത്തെ ഗോജുക്കാൻ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ സാന്ദ്ര സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ മേടിച്ചിട്ടുള്ളത് ഗോജുക്കാൻ അസോസിയേഷനാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തൃശ്ശൂർ ജില്ലയ്ക്ക് വേണമെങ്കിൽ ഗോൾഡ് മാത്രമല്ല എല്ലാ മെഡലുകളും വളരെയധികം മെഡലുകൾ നേടാൻ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഗോജുക്കാൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയ്ക്കാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പും സംസ്ഥാനത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്, കരാത്തെ ചാമ്പ്യൻഷിപ്പ്. അതോടൊപ്പം തന്നെ സ്കൂൾ ഗെയിംസിൽ നമുക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ഗെയിംസിൽ വലിയ വിജയങ്ങൾ നമുക്ക് കിട്ടി. ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ നമ്മളുടെ 2 ബ്ലാക്ക് ബെൽറ്റ്സാണ് രണ്ടാമത്തെ തവണയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിനെ പ്രതിനിധാനം ചെയ്ത് കേരളത്തിനെ പ്രതിനിധാനം ചെയ്ത് നാഷണലിൽ ഇന്നലെ സൗത്ത് വെസ്റ്റ് നടന്ന നാഷണലിൽ പങ്കെടുത്തിട്ടുള്ളൂ. അതിൽ ഇന്നലെ ശബരിനാഥ് വീണ്ടും ക്വാളിഫൈഡ് ആയി നാഷണലിലേക്ക് ക്വാളിഫൈ ആയിരുന്നു. കുറുമ്പിലാവ് GLP സ്കൂളിൽ അന്തിക്കാട് BRC സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതി പ്രകാരം അനുവദിച്ച അഡീഷണൽ ക്ലാസ് മുറികൾ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. SSK സിവിൽ വർക്ക് ഓഫീസർ ശശിധരൻ ഇരിഞ്ഞേക്കാട് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ജനപ്രതിനിധികളായ NN ജോഷി, PS നജീബ്, KV ഇന്ദുലാൽ, PK ഓമന, രമ്യ ഗോപിനാഥ്, ഗിരിജൻ പൈനാട്ട്, TV പുഷ്പ, ദീപ വസന്തൻ, പ്രധാനാധ്യാപിക NH ജായിസ, PTA പ്രസിഡന്റ് AC സുജിത്, K രമേഷ്, ചേർപ്പ് AEO MV സുനിൽകുമാർ, അന്തിക്കാട് BPC ഡോക്ടർ K ഉമാദേവി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി. വാക്കുകളാണെങ്കിൽ പോലും സംസാരിക്കുകയുണ്ടായി. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുള്ളൂ. സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ വർഷത്തിലും ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ സംഖ്യ മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. പുതിയ രീതിയിലുള്ള നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ ക്ലാസ് റൂമുകൾ അതിൻ്റെ ഭംഗിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ ഏകദേശം 18 കോടി രൂപയുടെ വർക്കാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യസ്നേഹത്തിന് ഉദാത്ത മാതൃകയായി സ്വന്തം വൃക്ക സാധാരണക്കാരനായ ചെറുപ്പക്കാരന് നൽകി മനുഷ്യത്വ മുഖം സമൂഹത്തിന് തുറന്നുകാട്ടിയ ഷൈജു സായ് റാമിന് അനുമോദനങ്ങൾ നേർന്ന് നിസ ചാരിറ്റബിൾ ട്രസ്റ്റ് നാട്ടിക. സ്വന്തമെന്ന് കരുതുന്നവർക്ക് തോന്നാത്ത കനിവ് സുമേഷിനോട് കാണിച്ച പൊതുപ്രവർത്തകനായ ഷൈജു സായിറാമിനെ പൊന്നാട ചാർത്തിയും മൊമൻറ്റോ നൽകിയും PFA ജില്ലാ സ്ഥാപക ഡയറക്ടർ ആര്യഭരതൻ അനുമോദിച്ചു. നിസ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ആൻഡോ തൊറയൻ, വൈസ് ചെയർമാൻ രാനിഷ് നാട്ടിക എന്നിവർ സംസാരിച്ചു.
തളിക്കുളം പുന്നച്ചോട് പ്രവാസി മെഡിക്കൽ ആൻഡ് ചാരിറ്റി ഫണ്ടിന്റെ കുടുംബസംഗമവും ഡിജിറ്റൽ തെർമോമീറ്റർ വിതരണവും നടന്നു. ട്രസ്റ്റ് ചെയർമാൻ CM റഷീദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PB അബ്ദുള്ള, സെക്രട്ടറി PK ബഷീർ, ജോയിന്റ് സെക്രട്ടറി VS ലെനിൻ എന്നിവർ സംസാരിച്ചു. 45 അംഗങ്ങൾക്ക് ഡിജിറ്റൽ തെർമോമീറ്റർ ചടങ്ങിൽ വിതരണം ചെയ്തു. നിരാലംബരായ ഗ്രാമവാസികൾക്ക് ചികിത്സാ സഹായം നൽകുക എന്നതാണ് തളിക്കുളം പഞ്ചായത്തിലെ 4-5 വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സംഘടനയുടെ ലക്ഷ്യം. കഴിഞ്ഞ 7 വർഷമായി പ്രവർത്തിച്ചു വരുന്ന സംഘടന ഏകദേശം 8 ലക്ഷത്തോളം രൂപ പ്രദേശവാസികൾക്ക് ചികിത്സാ സഹായമായി നൽകിയിരുന്നു. കൂടുതൽ കൊടുക്കാൻ ഈ ഫണ്ട് വിപുലീകരിക്കാൻ നമ്മളെല്ലാവരും കൂടി ശ്രമിക്കണം. അതാണ് ഈ പ്രത്യേക മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മളിപ്പോൾ ഈ 7-8 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോകണമെന്ന് വെച്ചാൽ ഇത് ഓരോ മെമ്പറേക്കും നമുക്കിത് മെമ്പർഷിപ്പ് അടയ്ക്കാനായിട്ട് നമ്മൾ പരമാവധി പറയണം. അപ്പോൾ അവർ അടുത്ത മാസം അടയ്ക്കുക, അടുത്ത മാസം. ഇപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഒരിക്കലും തീർത്തില്ല. നമുക്ക് എല്ലാവർക്കും പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ 20,000 രൂപ നമ്മളൊരു ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടിലും നമുക്ക് അറിയാൻ പറ്റും. BJP SN സെന്റർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം രജിസ്ട്രേഷൻ ക്യാമ്പ് നടന്നു. PR താരാനാഥൻ രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ധനീഷ് മഠത്തിപ്പറമ്പിൽ അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം ജനറൽ സെക്രട്ടറി സേവ്യൻ പള്ളത്ത്, OBC മോർച്ച സെക്രട്ടറി സൗമ്യൻ നെടിയിരിപ്പിൽ, പഞ്ചായത്ത് സെക്രട്ടറി UR പ്രദീപ്, മഹിളാ മോർച്ച പ്രസിഡന്റ് പ്രിയങ്ക, ശര സദാശിവൻ, സന്ദീപ് കൊട്ടിയാട്ടിൽ, MN സുരേഷ്, KS സോമദത്തൻ എന്നിവർ നേതൃത്വം നൽകി. ധാരാളം മുളച്ചുപൊന്തി അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി 70 വയസ്സ് കഴിഞ്ഞവർക്ക് അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി. അത് ഇന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ 70ാം വാർഷിക സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SYS 18 മുറി യൂണിറ്റ് സൗഹൃദ ചായ സംഘടിപ്പിച്ചു. SYS കൈപ്പമംഗലം സോൺ പ്രസിഡന്റ് ഇസ്മയിൽ കരീമി ഉദ്ഘാടനം ചെയ്തു. സർക്കിൾ സെക്രട്ടറി ഫളൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സിറാജ്, കൂരിക്കുഴി മഹല്ല സെക്രട്ടറി KK ഹംസ, സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, PM ഹംസ, NS നസീർ, MA ഗഫൂർ, VM മഹ്മൂദ്, ഹാമിദ് തങ്ങൾ, KK സത്യൻ, സഹദേവൻ, സന്തോഷ്, അസീസ്, അനീസ്, ഷെഫീഖ്, SSF 18 മുറി യൂണിറ്റ് സെക്രട്ടറി VK അനസ് എന്നിവർ സംസാരിച്ചു. ഡിസംബർ 27, 28, 29 തീയതികളിൽ ആമ്പല്ലൂരിൽ വെച്ചാണ് SYS സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങൾ അറിയിക്കുകയും അത് നമ്മുടെ നാട്ടിൽ എങ്ങനെ നടപ്പിലാക്കണമെന്ന് ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സൗഹൃദം. എന്നാൽ അവിടെ അടിപിടികളോ കലഹങ്ങളോ ഒന്നുമില്ലാതെ ഓരോരുത്തരും അവരുടെ നിലപാടുകൾ പറയുകയും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുകയും എല്ലാവരും സൗഹൃദത്തോടത് കേൾക്കുകയും കൂട്ടമായിരുന്ന് ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നൊരു കാലം മുമ്പ് നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അക്ഷരം പ്രതി വായനക്കൂട്ടത്തിന്റെ നോവൽ ചർച്ചയുടെ ഭാഗമായി ഹുസൈർ മുഹമ്മദ് രചിച്ച അകലെ എന്ന നോവലിനെക്കുറിച്ച് ചർച്ചയും സംവാദവും നടത്തി. ഗ്രന്ഥകാരന്റെ വസതിയായ സബർമതിയിൽ നടത്തിയ നോവൽ ചർച്ചയിൽ ഗോപി തൃപ്രയാർ അകലെ നോവലിനെ പരിചയപ്പെടുത്തി. ഷൈജൻ ശ്രീവത്സം ആമുഖ പ്രസംഗം നടത്തി. കവി രാമചന്ദ്രൻ വേളേക്കാട്ട്, K ദിനേശ് രാജ, ലാൽ കച്ചിലം, സതീഷ് കുമാർ വിശാഖപട്ടണം, സുനിൽ വേളേക്കാട്ട്, മണികണ്ഠൻ കാട്ടാമ്പള്ളി, അബ്ദുൾ റഹ്മാൻ, KR ജോഷി, സലീം ചാമക്കാല, ദയ, സ്മിത വാലിപ്പറമ്പിൽ, ഷാജിദ സലീം, സിദ്ധാർത്ഥൻ പഴൂമ്പറമ്പിൽ, PK നൂർജഹാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചർച്ചയിൽ ഇസ്ഹാഖ് മാർട്ടിൻ പെരേര, സഗീർ, ES സലീം, മെഹർ മുഹമ്മദ് അലി, അസീസ് പുറക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. നോവലുമായി ബന്ധപ്പെട്ട എഴുത്തനുഭവങ്ങൾ ഗ്രന്ഥകാരൻ ഹുസൈർ മുഹമ്മദ് സദസ്സുമായി പങ്കുവച്ചു. ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രസിദ്ധീകരിച്ച
മാളവിക സുനിലിനെ ചടങ്ങിൽ ആദരിച്ചു. താന്യം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ജൈവവളം വിതരണം തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ജനപ്രതിനിധികളായ ആന്റോ തൊറയൻ, രഹന പ്രജു, മീന സുനിൽ, കൃഷി ഓഫീസർ KR രൺദീപ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ശ്രീനാരായണ കോളേജിൽ ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിതമാകുന്ന ആരുഷ് ക്ലബിന്റെയും സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ പാലിയേറ്റീവ് കെയറിന്റെയും ഉദ്ഘാടനം നടന്നു. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ അധ്യക്ഷയായി. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയർ സ്റ്റേറ്റ് ചീഫ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ ആരുഷ് ക്ലബിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. ജില്ലാ കോർഡിനേറ്റർ മേഘന, ആൽഫ പാലിയേറ്റീവ് കെയർ തളിക്കുളം ലിങ്ക് സെന്റർ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി, ഡോക്ടർ P നാരായണനുണ്ണി, കോളേജ് കോർഡിനേറ്റർമാരായ ഡോക്ടർ KK ശങ്കരൻ, AS പ്രിയങ്ക എന്നിവർ സംസാരിച്ചു. വാണിജ്യം. വസ്ത്രവിപണന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യവുമായി ആധുനിക ഡിസൈനിംഗ് മികവിൽ ആർ ബ്രൈഡൽ തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃപ്പയാർ തെക്കേ പെട്രോൾ പമ്പിന്റെ തെക്കുവശത്താണ് ആർ ബ്രൈഡൽ ഫാഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. ബ്രൈഡൽ വെയർ, സൽവാർ, ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ്സ്, ലെഹങ്കാസ്, ടോപ്സ്, വെസ്റ്റേൺ എന്നിവയാണ് ആർ ബ്രൈഡലിൽ ഒരുക്കിയിട്ടുള്ളത്. ആധുനിക ഡിസൈനിങ്ങിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിലാണ് വസ്ത്രങ്ങൾ നൽകുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ആർ ബ്രൈഡലിൻ്റെ 5ാമത് ഷോറൂം തൃപ്രയാറിൻ്റെ മണ്ണിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ അത് ഏറ്റെടുക്കണമെന്നും അതുപോലെ അവർക്ക് ആവശ്യമായ ബ്രൈഡൽ ഡ്രസ്സുകൾ, ചുരിദാർ മെറ്റീരിയൽ, പാർട്ടി വെയർ ഡ്രസ്സുകൾ ഇതൊക്കെ ഞങ്ങൾ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇവിടുത്തെ ജനങ്ങൾ പരിപൂർണ്ണ സപ്പോർട്ട് ചെയ്യുകയാണ്. കൂടാതെ കസ്റ്റമറിന് ആവശ്യമായ ഡിസൈനുകൾ നമ്മൾക്ക് പറ്റാവുന്ന വിധത്തിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 5ാമത്തെ ഷോറൂമാണ് തൃപ്രയാർ ഓപ്പൺ ആയിട്ടുള്ളത്. വിപുലമായിട്ട് തന്നെ കളക്ഷനുകൾ എത്തിച്ചിട്ടുണ്ട്. പാർട്ടി വെയറുകൾ, ബ്രൈഡലുകൾ, മെറ്റീരിയൽ, ടോപ്സ്, വെസ്റ്റേൺസ് എല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആർ ബ്രൈഡൽ മാനേജിംഗ് ഡയറക്ടർ മാമുക്കോയ ഉദ്ഘാടനം നിർവഹിച്ചു. പാർട്ട്ണർമാരായ ജിബിൻ സി, സിറാജ്, മുഗൾ ജ്വല്ലറി ഉടമ അബ്ദുൾ അസീസ്, വ്യാപാരി വ്യവസായി സെക്രട്ടറി PK സമീർ എന്നിവരും സന്നിധരായിരുന്നു. തൃപ്രയാറിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ആർ ബ്രൈഡൽ എന്ന സ്ഥാപനം 5ാമത്തെ ഷോറൂമാണ്. വളരെ നല്ല രീതിയിലും നല്ല വസ്ത്രങ്ങൾ വിൽക്കുന്ന ഈ ആർ ബ്രൈഡൽ തൃപ്രയാർ ജംഗ്ഷനിൽ നിന്ന് തെക്കോട്ട് പോന്നിട്ട് ആൽമാവിനും വടക്ക് വശമായി റോഡിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ ആണ് സ്ഥിതി ചെയ്തത്. ജിബിൻ്റെ നേതൃത്വത്തിലുള്ള ഡ്രസ് മെറ്റീരിയൽ രംഗത്ത് ഏറെ പ്രശസ്തമായിട്ടുള്ള സ്ഥാപനം ഇന്ന് തൃപ്പയാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കോഴിക്കോട് മുതൽ തിരൂര്, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, അതിന് പെരുമ്പാവൂർ എന്നിവയ്ക്ക് ശേഷം തൃപ്പയാറിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷോറൂമാണ് ആർ ബ്രൈഡൽ ഒരുക്കിയിരിക്കുന്നത്.
തളിക്കുളം തമ്പാൻകടവ് മയൂർ വീട്ടിൽ അപ്പുണ്ണി അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ഭാര്യ രേണുക, മക്കൾ അനൂപ്, അനീഷ്, മരുമക്കൾ അശ്വതി, മേഘ. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 8-ന് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിലകം പടവിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി കൃഷിയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ചാഴൂർ കൃഷിഭവൻ ഓഫീസ് ഉപരോധിച്ചു. നാട്ടിക 9ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച. തൃശൂർ മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ സ്കൂട്ടർ മോഷ്ടിക്കാൻ ശ്രമിച്ച വാടാനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.